കോഴിക്കോട് മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശബരിമലയിൽ സർക്കാർ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെന്നാരോപിച്ചാണ് ബിജെപി ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ബിജെപി പ്രവർത്തകർ കോഴിക്കോട് മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ശബരിമലയെ തകർക്കാനുള്ള സർക്കാർ ഗൂഢാലോചനയ്ക്കും ഭക്തജന പീഡനത്തിനുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ബിജെപി മാർച്ച്. എരഞ്ഞിപ്പാലം തായാട്ട് ക്ഷേത്ര പരിസരത്ത് നിന്നും പ്രകടനമായി എത്തിയ ബിജെപി പ്രവർത്തകരെ ദേവസ്വം ബോർഡ് ഓഫീസ് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു. ബിജെപി പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥയുണ്ടായി. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. മാർച്ച് ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.കെ. സജീവൻ ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തരെ അവഹേളിക്കുകയാണ് സർക്കാരെന്ന് അദ്ദേഹം ആരോപിച്ചു. സർക്കാർ നിഷ്ക്രിയത്വം പാലിക്കുന്നതിനപ്പുറത്ത് ശബരിമല ഭക്തരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 തവണ ദുരന്തം സമ്മാനിച്ചിട്ടുള്ള ഭൂമിയാണ് ശബരിമല. ഈ തിരക്കല്ല, ഇനി മകരവിളക്കിന്റെ തിരക്ക് വരാൻ വേണ്ടി പോകുന്നു. പൊന്നമ്മലമേട്ടിൽ ഉൾപ്പെടെ ആ മകരജ്യോതി കാണുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകള് ഇനിയും തടിച്ചുകൂടാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ശബരിമല വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ എല്ലാ വകുപ്പുകളും. ബിജെപി നേതാക്കളായ കെ ഷൈബു, രമണി ഭായ്, പ്രശോഭ് കോട്ടുളി തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.